ശ്രീ ജോർജ് ജോസഫ് നേരത്തെ ഇവിടെ രവിശങ്കർ ചൂണ്ടിക്കാണിച്ചു, അതായത് കൃത്യമായ തെളിവുകളില്ലാതെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ കയ്യിൽ എല്ലാ തെളിവുകളുമുണ്ട്. നേരത്തെ ഒരു തവണ തന്ത്രിയെ വിളിച്ചു വരുത്തി ഒക്കെ ചോദ്യം ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇപ്പോഴാണോ റിയലൈസ് ചെയ്തത്, അതായത് തന്ത്രിക്ക് ഈ ഇടപാടിൽ പങ്കുണ്ട്, തന്ത്രിക്ക് ഈ കവർച്ചയിൽ പങ്കുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്? കഴിഞ്ഞ ദിവസം ഞാൻ ആവർത്തിക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഇടക്കാല റിപ്പോർട്ട് കൊടുത്തതിൽ ഇദ്ദേഹത്തിനെതിരെ പരാമർശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊടുന്നനെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എന്താണ് കൊണ്ടുചെന്ന് എത്തിച്ചതെന്നുള്ളതാണ്. ഇദ്ദേഹത്തിനെതിരെ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ? അല്ല, ഇതുവരെയുള്ള SITയുടെ അന്വേഷണം തെറ്റുകുറ്റമില്ലാതെ ആണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ തന്ത്രിയെ ഇപ്പം അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം തന്ത്രി അവിടെ കടത്തിക്കൊണ്ടുപോയ ആ സ്വർണ്ണപ്പാളിയുടെ സ്വർണം വിറ്റ ഇതിൻ്റെ ഏതെങ്കിലും പണം കൈപ്പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എവിഡൻസ് SITക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഒരു താന്ത്രിക വിധി പാലിക്കാതെ ആണ് അവിടുന്ന് കൊണ്ടുപോയത്, ആചാരലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അത് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇങ്ങേർക്കും പങ്കുണ്ടെന്നല്ലേ വരുന്നത്. അത് നടത്തിയിട്ടില്ലല്ലോ. അപ്പോൾ അവരെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന താന്ത്രിക വിധി പാലിക്കാതെയും ആചാരലംഘനം നടത്തി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അതൊരു കുറ്റമായിട്ട് ഒരു IPC അല്ലെങ്കിൽ BNSനകത്ത് വരുന്നൊരു കുറ്റമായിട്ട് പറയാൻ ഒക്കില്ല. അത് ശബരിമലയിലെ നമ്മുടെ ദൈവികമായ കാര്യങ്ങളിലൊക്കെ കുറ്റമായിട്ട് പറയാമെങ്കിലും ഇന്ത്യൻ പീനൽ കോഡിലോ അല്ലെങ്കിൽ BNSലോ അതൊരു കുറ്റകരമായ കാര്യമാണ് പറയാൻ ഒക്കില്ല. ആചാര ലംഘനം അല്ല താന്ത്രിക വിധി പ്രകാരം ആ സ്വർണം താളിക അവിടുന്ന് കൊണ്ടുപോയില്ല എന്നൊക്കെ പറയുന്നത് അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയണത് ഇതുവരെ അതിൻ്റെ ഏതെങ്കിലും ഒരു തുക, അങ്ങനെ തട്ടിക്കൊണ്ട് പോയി വിറ്റ സ്വർണത്തിൻ്റെ ഒരു തുക ഈ കണ്ടര് കൈപ്പറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള എവിഡൻസ് വന്നോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറസ്റ്റ് കുറച്ച് hasty ആയോ എന്നൊരു നടപടിയുണ്ട്. കാരണം അവരുടെ റിമാൻഡിൽ പറഞ്ഞിരിക്കുന്ന കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം വളരെ ആചാര ലംഘനം അങ്ങനെയൊക്കെ നടത്തിയെന്നുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞുള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ ബ്രദറും അദ്ദേഹവും കൂടെയാണ് അവിടുത്തെ താന്ത്രിക വിധി ഓരോ വർഷം മാറി മാറി ചെയ്യുന്നത്. കണ്ടൊരു രാജീവരും കണ്ടൊരു മോഹനരുമാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ രാജീവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പോറ്റിയുമായിട്ടുള്ള ബന്ധം അതൊക്കെ ആ പോറ്റിമാരെ ശബരിമലയിൽ ഇങ്ങനെ താന്ത്രികൾ കൂടെ ഇഷ്ടംപോലെ പോറ്റിമാർ കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരും. അവരതിനെ സഹകരിക്കുകയൊക്കെ അതിങ്ങനെ സഹകരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ സഹകരിക്കും. അതൊരു കുറ്റം പറയാൻ നമുക്ക് ഒക്കില്ല. പക്ഷേ എന്തുകൊണ്ട് പുള്ളി ഇത് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനെ ഒന്ന് ശബരിമലയിലെ അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മിറ്റിക്കാരും എല്ലാം കൂടെ മഹസറിൽ തന്ത്രി ഒപ്പിട്ടിട്ടില്ല കേട്ടോ. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ ഈ കട്ടിളപ്പാളിയും അതുപോലെ ഈ വാതിൽപ്പാളിയൊക്കെ കൊണ്ടുപോയ സമയത്ത് ആ മഹസർ എഴുതിയിട്ടുണ്ടല്ലോ, ആ മഹസറിൽ തന്ത്രിയുടെ ഒപ്പില്ല. ചെമ്പാണെന്ന് പറഞ്ഞ അല്ല, ഞാൻ അതിലോട്ടാണ് വരുന്നത്. മഹസറി തന്ത്രി ഒപ്പിട്ടിട്ടില്ല. അത് തന്നെയല്ല ഇദ്ദേഹം എങ്ങനെ അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ഒപ്പിട്ടിട്ടില്ല അതൊന്ന്. രണ്ടാമത് അദ്ദേഹം ഇതിനകത്ത് ഈ താന്ത്രിക വിധിയും ആചാര ലംഘനവും ഒക്കെ നടത്തിയാൽ അതിന് ചില പൂജയൊക്കെ നടത്തി ഇത് കൊടുത്തു വിടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഡയറക്റ്റ് അല്ലേ? അപ്പോൾ ഡയറക്റ്റാണ്. ഇവിടെ ഇപ്പം അങ്ങനെ ഒരു എവിഡൻസ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ടോ, അത് തീർച്ചയായിട്ടും SIT കണ്ടിട്ടില്ലെങ്കിൽ ഇതൊരു പാളിച്ചയായിട്ട് തന്നെ ഞാൻ കരുതുള്ളൂ. അതിന് സമയമായിട്ടില്ല. അന്വേഷണത്തിൽ പിന്നീട് നടത്തി ഒന്നെങ്കിൽ കാണട്ടെ. അദ്ദേഹത്തിന് ആവശ്യമായ സ്വത്തുക്കളുണ്ട്. കുടുംബപരമായി അദ്ദേഹത്തിൻ്റെ പിതാവും അവിടുത്തെ താന്ത്രിയായിരുന്നു. അവരെ ധാരാളം അമ്മയൊക്കെ ആയിട്ട് ചില വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ശരി, അവർക്ക് ആവശ്യത്തിന് സ്വത്തുണ്ട്. ഈ സ്വർണം പൂജ നടത്തുന്ന ഈ ശബരിമല അയ്യപ്പൻ്റെ അവിടുത്തെ ചാരപാലശില്പന് അവിടുത്തെ സ്വർണം വിറ്റിട്ട് ഇദ്ദേഹത്തിന് ആ പൈസയുടെ ഷെയർ കിട്ടണമെന്ന് ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇത് വിട്ടുകൊടുക്കണം എന്നൊരു ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ ഒക്കും? ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അത് വന്നില്ല ഇതുവരെ, നമുക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ.
അങ്ങനെ ഇദ്ദേഹത്തിനൊരു ഭീഷണി, ഒരു പേടിയും ഒക്കെ ഉണ്ടെങ്കിൽ കൺസെൻറ്റ് കൊടുക്കൂല, അറിയാതിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. ഇത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് അത് എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്യാമായിരുന്നു, ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. കാരണം കാരണം ആ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ശബരിമല അയ്യപ്പൻ്റെ അവിടുത്തെ നിത്യപൂജ നടത്തുന്ന ഇദ്ദേഹം തന്നെയാണ്, ശബരിമല അടയ്ക്കുന്നതും തുറക്കുന്നതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇതവിടെ നിന്ന് കൊണ്ടുപോയപ്പം അത് റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ഭയമാണോ? അതും പറയാനൊക്കില്ല. നമുക്ക് പല കേസിലനുസരിച്ച് ചിലർ ഇന്നാക്ഷനായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഭയമാണ് സാറേ, ഞാൻ കൊന്നുകളയും സാർ, അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ആരോപണം കൃത്യമായത് അങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെന്ന് എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് ഇല്ല. അവിടെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സമയമായില്ലായിരുന്നു, ഒരു AST ആയിട്ടുള്ളൊരു അറസ്റ്റ് ആവശ്യം ഉണ്ടായിരുന്നോ ഇപ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, ഈ തന്ത്രി പല സ്ഥലങ്ങളിലും ദക്ഷിണേന്ത്യയിലെ പല പല അമ്പലത്തിലും പോയി അദ്ദേഹം പൂജ നടത്തും. കാരണം ശബരിമല തന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ധാരാളം വരുമാനമുള്ള ഒരാളാണ്.